നമസ്കാരം. ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി കൗൺസിൽ ബോർഡംഗമായ KB ഷഹാൽ ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി യൂണിയൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. NTV ന്യൂസ് KB ഷഹാലിനോട് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ഇത്രയും രാഷ്ട്രീയ പരിചയവും അനുഭവങ്ങളുമുള്ള താങ്കൾ എങ്ങനെയാണ് ഇത്തരം ഒരു ഭാരിച്ച ഉത്തരവാദിത്വത്തിലേക്ക് എത്തിച്ചേർന്നത്? തീർച്ചയായും പൊതുരംഗത്തെ പ്രവർത്തനം വളരെ ഉത്തരവാദിത്വമുള്ളതാണ്. അത് ഈ പ്രസ്ഥാനം എന്ന് മാത്രമല്ല, ഏതെല്ലാം നാട്ടിലെ പൊതു പ്രസ്ഥാനങ്ങളുണ്ടോ അതെല്ലാം അതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് ഉള്ളതും ഉണ്ടായിരിക്കേണ്ടത്. തീർച്ചയായും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ഒരു ഭാഗത്ത് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ ആയിരിക്കണം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതാണ് ഇത്രയും പ്രാധാന്യമുള്ള ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി യൂണിയൻ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വപരമായ സ്ഥാനം വളരെ ഗൗരവത്തോടെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഇത് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ജനതയുടെ പ്രതീക്ഷയായി മാറും എന്നുള്ളതിൽ തർക്കമില്ല. സാധാരണക്കാരൻ്റെ ഉൾവിളികളെ അറിയുന്നതിനും അവരുടെ ജീവൽസ്പർശിയായ പ്രശ്നങ്ങൾ ഇടപെടാനും സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ പുതിയ പാത വെട്ടിത്തെളിക്കാനും ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ തീർച്ചയായും അതിന് സ്ഥാനമുണ്ട്, അതിന് കഴിയും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പ്രാരംഭഘട്ടമാണോ നിലവിൽ ഈ ട്രേഡ് യൂണിയൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് തുടക്കവും മുന്നോട്ടുള്ള നീക്കുപോക്കുകളും അല്ലെങ്കിൽ ലക്ഷ്യങ്ങളും? ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി യൂണിയൻ ഒരു തുടക്കത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത് എങ്കിലും ഇതിന് വിശാല വീക്ഷണമുള്ള ഒട്ടനവധി വേദികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമൂഹത്തിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് അതിൻ്റേതായ വേരുറപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് പുതുതായി കൊണ്ടുവരാൻ സാധിക്കും. സമൂഹത്തിൻ്റെ സ്പർശനം അറിഞ്ഞ്, സ്പന്ദനം അറിഞ്ഞ് സമൂഹത്തിൽ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ വേദി ഒരുക്കി മുന്നോട്ട് പോകുന്നതിന് ആണ് ഞാൻ എളിയ പ്രവർത്തനം ഈ മഹത്തായ പ്രസ്ഥാനത്തിലൂടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും വിശാലമായ ഒരു വീഥിയിലുള്ള പ്രസ്ഥാനം എന്ന നിലയിൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലും താഴേത്തട്ടിലുമുള്ള ബൗദ്ധിക തലങ്ങളിലുമുള്ള നിരവധി ആളുകളുടെ ഒരു കൂട്ടായ്മ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ആ മാനം യഥാർത്ഥത്തിൽ ഇതിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. തീർച്ചയായും അനുഭവങ്ങളിലൂടെയും മുൻകാല ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ പരിജ്ഞാനത്തിലൂടെയും ലഭിച്ച അറിവും ശക്തിയും നേതൃപരമായ കഴിവുകളും ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് പ്രയോഗവൽക്കരിക്കാൻ കഴിയും എന്നാണ് ഞാൻ കാണുന്നത്.
അപ്പോഴാണ് ചോരച്ചാല് നമ്മൾ നീന്തി കയറുന്നത്. മറ്റൊന്നോ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വന്തം കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് കുത്തി വളർത്തുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന രക്തമാണ് ചോരച്ചാലുകൾ സൃഷ്ടിക്കുന്നത്. ഇതിൽ രണ്ടിലേതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കേരളം കാണുകയാണ്. ആത്മാർത്ഥതയില്ലാത്ത കാപഠ്യ ലോകത്തിൽ ആത്മാർത്ഥതയുള്ള ഹൃദയമാണ് പരാജയം എന്ന് പറഞ്ഞതുപോലെ ആത്മാർത്ഥത എന്നുള്ളത് ഇവരുടെ ജീവിത നിഘണ്ടുവിലില്ല. ഇവർ യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ സർക്കാർ വിലാസമാളുകളായി അവകാശ സമരങ്ങളെ രക്തത്തിൽ മുക്കിക്കൊല്ലുകയാണ്. ഇവിടെ DA ലഭിക്കുന്നില്ല, ശമ്പളം ലഭിക്കുന്നില്ല, ഷെഡ്യൂളുകൾ ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഒരു കാലത്ത് 42,000 ജീവനക്കാരനുണ്ടായിരുന്ന KSRTC-യിൽ ഈ പിണറായി വിജയൻ, ഞാനിപ്പോ പറയുന്നത് പിണറായി വിജയൻ എന്നല്ല, പിണങ്ങാറായി വിജയൻ, ആ പിണങ്ങാറായി വിജയൻ സഖാവിന്റെ മുഖ്യമന്ത്രി എന്ന കാർമ്മികത്വത്തിൽ തന്റെ അനുയായിയായ ഗണേശന്റെ ഈ വകുപ്പിൽ ഇന്ന് KSRTC എവിടെ നിൽക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. താങ്കളൊരു കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണല്ലോ. INTUC അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെല്ലാം താങ്കളുടെ ലീഡർഷിപ്പും പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് താങ്കൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ, അല്ലെങ്കിൽ കേവലം ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇതിനെ നിലനിർത്തുവാൻ ഉള്ള ഒരു ശ്രമമാണോ താങ്കൾക്കുള്ളത്? ഞാൻ ഒരു തികഞ്ഞ ട്രേഡ് യൂണിയനിസ്റ്റാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെയാണ്. പക്ഷേ ആ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്ലാറ്റ്ഫോമിനെ നീതിയുക്തവും നിഷ്പക്ഷവുമായ ഒരു സ്പേസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ കാണുന്നത്. ജാതി മത ഭേദമന്യേ വർഗവർണ്ണ വൈജാത്യങ്ങൾക്ക് അതീതമായി തൊഴിലാളികളുടെ പൊതു താൽപ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളെ എല്ലാം ഭേദിച്ച് മുഴുവൻ ആളുകൾക്കും സ്വീകാര്യമായ ഒരു പ്ലാറ്റ്ഫോമായി ഇതിനെ നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ടാണ് വിശാല വീക്ഷണമുള്ള ഇന്ത്യൻ മീഡിയ പ്ലസ് ക്ലബ് അക്കാദമി യൂണിയനെ ഞാൻ തിരഞ്ഞെടുത്തത്. ഈ യൂണിയൻ സർവ്വതലസ്പർശിയായ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും അവരുടെ വിഷയങ്ങളെ പഠിച്ച് അതിന് പരിഹാരമുണ്ടാക്കുന്നതിനും ദേശവ്യാപകമായി സാധിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ജനങ്ങളുടെ ആകെയുള്ള ഒരു വലിയ പിന്തുണ ലഭിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു വലിയ പന്ഥാവായി തീർച്ചയായും ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങളെ തീർച്ചയായും കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഇന്ത്യ രാജ്യത്ത് ആകെയുള്ള ഒരു വലിയ പരിവർത്തനത്തിൻ്റെ പാതയിലേക്ക് ഈ പ്രസ്ഥാനം തീർച്ചയായും ജനഹിതമനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഞാൻ കാണുന്നത്. കക്ഷി രാഷ്ട്രീയം എല്ലാവർക്കും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും അല്ലാതെയും ഉണ്ടായേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനും, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് വിശാല വീക്ഷണമുള്ള വർഗബോധമുള്ള ഒരു തൊഴിലാളികളുടെ മുന്നേറ്റം മാത്രമുള്ള രാജ്യം എന്ന നിലയിൽ മനുഷ്യൻ്റെ ശക്തിയെയും വിഭവശേഷിയെയും യഥാർത്ഥ തലത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വലിയ വ്യവസ്ഥാപിതമായ മാർഗം നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും അന്യം നിന്ന് പോകുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ കണ്ണുകളിൽപ്പെടാതെ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ വരാതെ നിൽക്കുന്നൊരു വലിയ ബഹുജനങ്ങളുടെ ഒരു വലിയ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ആ മനുഷ്യശേഷിയെ കൂടി ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് കൂടി ഊർജവും ശക്തിയും ആശ്വാസവും നുകരുന്ന ഒരു വലിയ നിഷ്പക്ഷ പ്ലാറ്റ്ഫോമാക്കി ഇതിനെ മാറ്റുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ എല്ലാ അഭ്യുദയകാംക്ഷികളുമായി ചേർന്ന് ഞാൻ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ INTUC എന്ന മഹത്തായ പ്ലാറ്റ്ഫോമും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിഷ്പക്ഷവും നീതിപൂർവവുമുള്ള ജാതിമത ഭേദമന്യേ വർഗവർണ്ണ വർഗങ്ങൾക്ക് അതീതമായുള്ള ഈ മഹത്തായ പ്ലാറ്റ്ഫോമിൻ്റെ വലിയൊരു മുദ്രാവാക്യമായി അതിനെ കണ്ടുകൊണ്ടായിരിക്കും നിഷ്പക്ഷതയോടെ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി, ചെറിയൊരുക്കങ്ങൾ, പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ.
ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതെ, അമൂല്യമാണ് ഞാൻ, എന്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. പ്രത്യേകിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി കൗൺസിലിൻ്റെ ഏറ്റവും മുന്നണി പ്രവർത്തനത്തിലുള്ളത് മാനവധർമ്മത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മഹിതമായ കേന്ദ്രമാണല്ലോ വർക്കല ശിവഗിരി. വർക്കല ശിവഗിരി ഇന്ന് ലോക പ്രസിദ്ധമാണ്. അമേരിക്കയിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ശിവഗിരി മഠത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും ഔന്നത്യബോധമുള്ള ഉന്നത ശീർഷരായ സ്വാമി വര്യന്മാർ, അവർ കൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അഭിമാനദായകമാണ് എന്ന് ഇത്തരുണത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ അവരുടെ സാമീപ്യം തന്നെ, അവരുടെ കൂടി മേൽക്കൈ പ്രവർത്തനം തന്നെ ഞാൻ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി യൂണിയന് ഒരു തണലാകും, ഒരു കരുത്താകും, ഒരു ശക്തിയാകും എന്നാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അവർ പകരുന്ന ഊർജം നന്മയുടേതാണ്. തീർച്ചയായും പ്രകാശമാനമായ അന്തരീക്ഷമായിരിക്കും അവിടെ നിന്ന് നമുക്ക് ആർജിക്കാൻ കഴിയുക. ആ ആർജവം കൂടി നമുക്ക് ലഭിക്കുന്നതോടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോം കൂടുതൽ ഊർജ്ജസ്വലവും ശക്തിവത്തും പ്രകാശമാനവുമാകും എന്നുള്ളത് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ കാണാൻ കഴിയും എന്നതാണ് എൻ്റെ നിഗമനം. ഈ ട്രേഡ് യൂണിയനിൽ താങ്കൾ നാഷണൽ ലെവൽ പ്രസിഡൻ്റായി ആണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവസാനമായി ഒരു ചോദ്യം താങ്കളോട് ചോദിക്കട്ടെ. അനേകം ട്രേഡ് യൂണിയനിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി യൂണിയനുള്ളത്? ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി യൂണിയൻ തീർച്ചയായും വളരെ പ്രത്യേകതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ വ്യത്യസ്തത ഞാൻ തൊട്ടു മുമ്പുള്ള ചോദ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാക്കി. തീർച്ചയായും ഇത് വലിയ ഒരു ജനവിഭാഗത്തിന് വിമോചനം നൽകുന്നതിനുള്ള പുതിയ ഉത്തരവാദിത്വം നടപ്പിലാക്കുക എന്നുള്ളതാണ്. രാജ്യം തന്നെ നമുക്കറിയാം ഏറ്റവും വിശാല വീക്ഷണമുള്ള ഒട്ടനവധി പുതിയ പരിവർത്തനങ്ങളുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് നിരവധി പുതിയ പുതിയ ഐഡിയോളജികൾ കടന്നു വരികയാണ്. ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ അത്ഭുതകരമായ തൊഴിൽ ദാരിദ്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇവിടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഒട്ടനവധി മനുഷ്യ വിഭവശേഷി ഉപയോഗിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സംഘടനകളും സംവിധാനങ്ങളുമുണ്ട്. ഉദാഹരണം, പെട്രോൾ പമ്പ് ഇന്ത്യ രാജ്യത്ത് നിന്ന് സർവ്വസാധാരണമാണ്. പെട്രോൾ പമ്പിൽ പണിയെടുക്കുന്ന ഏറ്റവും വലിയ പാവപ്പെട്ട മനുഷ്യരുടെ ഒരു ശൃംഖല, അവരുടെ ഒരു ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഒരുപക്ഷേ ട്രേഡ് യൂണിയനുകൾ കൂടുതൽ താല്പര്യമെടുത്ത് നടത്തുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. തീർച്ചയായും ഈ വലിയ പ്ലാറ്റ്ഫോമിലൂടെ ആ വിഭാഗം ആളുകളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ, അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയാൻ, അവർക്ക് എന്തെങ്കിലും ആശ്വാസത്തിൻ്റെ പുതിയ പദ്ധതികൾ ട്രേഡ് യൂണിയൻ ആക്റ്റിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, വിദ്യാസമ്പന്നരും സമൂഹത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ക്രിയേറ്റീവായി ചെയ്യാനും കഴിയുന്ന വലിയ യുവത തൊഴിൽ ദാരിദ്ര്യം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. ഇത് നമുക്ക് നമ്മുടെ നാട്ടിലാകെ കാണാൻ സാധിക്കുന്നത് സൊമാറ്റോ പോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, മറ്റെല്ലാം ഉണ്ടെങ്കിലും സ്വിഗ്ഗി പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ, ഡെലിവറി ബോയ്സ്, അവരിന്ന് അശരണരാണ്, അവർ ആലംബഹീനരാണ്. അവർക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിലും തത്തുല്യമായ യോഗ്യതയുള്ള തൊഴിൽ ലഭിക്കുന്നില്ല. പക്ഷേ അവർ സ്വയം തൊഴിൽ കണ്ടെത്തി തങ്ങളുടെ ജീവിത സായാഹ്നങ്ങളെ കൂട്ടിമുട്ടിക്കാനുള്ള
ഏറ്റവും പ്രയാസകരമായ പരിശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്കൊരു സംഘടനാ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുത്ത് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവർക്ക് ആശ്വാസമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഈ സംഘടന അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന് ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോം അവരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഇതൊരു പരിവർത്തനത്തിൻ്റെ പുതിയ പാതയാകും എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വിനീതനായ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നെത്തി ഈ നാട്ടിലെ മനുഷ്യ വിഭവശേഷിയെയും യുവതയുടെ പ്രത്യേകമായ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനും ഇതുകൂടാതെ രാജ്യത്തിൻ്റെ ആകെ പൊതു താല്പര്യങ്ങളോടൊപ്പം സഞ്ചരിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും വിമോചനത്തിൻ്റെ ഒരു പൊതുധാരയിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടെത്തിക്കാൻ ഇന്നലകളിൽ എനിക്ക് ലഭിച്ച ആർജവവും ശക്തിയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച ആ വലിയ വിജ്ഞാനവും എല്ലാം നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഇത് നീതിബോധത്തിൻ്റെ ഒരു വലിയ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ ഈ പ്ലാറ്റ്ഫോമിന് ഉതകുന്ന തരത്തിൽ അതിനെ ഉപകാരപ്പെടുത്തുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ സ്നേഹിതരെയും സഹപ്രവർത്തകരെയും അഭിരേകാംക്ഷികളെയും ബൗദ്ധിക മേഖലയിലുള്ളവരെയും എല്ലാം കോർത്തിണക്കി വരുന്ന കാലങ്ങളിൽ ഈ പ്രസ്ഥാനം നാട് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഉയരുന്ന പ്രസ്ഥാനമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. വളരെ നന്ദിയുണ്ട് ശ്രീ KB ഷഹാൽ അവറുകൾ. താങ്കൾ NTVക്ക് വേണ്ടി നൽകിയ ഈ ഒരു സമയത്തിന് താങ്കളോട് വളരെയധികം നന്ദി പറയുന്നു. വാർത്തകൾ തുടരും വരെ നന്ദി, നമസ്കാരം.